പക്ഷെ അവൻ ലൈക്കിന് വേണ്ടി എന്തും ചെയ്യുക. നമ്മളിപ്പോൾ കാണുന്ന ഒരു പ്രവണതയാണ്, ലൈക്കിന് വേണ്ടി എന്തും ചെയ്യുക. നമ്മൾ വല്ലാത്തൊരു ലോകത്താണ്. ഇപ്പോൾ ഒരു വീഡിയോ കണ്ടത്, ഒരു കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ 2 യുവതികൾ ഇരുന്നിട്ട് എന്താ പറയുക, കറക്കുന്നു, പമ്പരം പോലെ കറക്കിയിട്ട് ചെറിയ കുഞ്ഞിനെ അതിനെ കറക്കി. അപ്പോൾ ലൈക്കിന് വേണ്ടിയിട്ടാണ്, വൈറലാകുക. ലൈക്കെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, വൈറലാകുക എന്നുള്ളതാണല്ലോ. മറ്റൊന്ന്, ഒരു പിഞ്ചു കുഞ്ഞിനെ ലിപ് ലോക്ക് ചെയ്യുന്നു പിതാവ്. ഇതാണ്, നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അല്ലേ? അതെ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇൻസ്റ്റഗ്രാമിൽ റീൽ എടുക്കുകയാണ്, ലൈക്കിന് വേണ്ടി അവിടെ എന്തും കാട്ടിക്കൂട്ടുക. ഇപ്പോൾ ഒരു കുഞ്ഞിനെ എടുത്ത് കറക്കുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അത് 1 വയസ്സ് പ്രായമുണ്ടായിരിക്കും ആ കുഞ്ഞിന്, 1-1.5 വയസ്സ് പ്രായമുണ്ടായിരിക്കും. ഒരു ചെറിയ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ എടുത്ത് പമ്പരം കറക്കുന്നവരെ കറക്കുന്നു, 2 അവളുമാരൂടെ ചേർന്നിട്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് കുഞ്ഞിന് തലച്ചോറിന് ദോഷം ചെയ്യും. പിന്നെ കുഞ്ഞല്ലേ, അതിനെ കേസെടുക്കണം. ജുവനൈൽ നിയമപ്രകാരം കേസെടുക്കണം 2 അവളുമാർക്കെതിരെ. അവളുമാരുടെ ലൈക്ക് കാണിക്കുന്ന പ്രവൃത്തി കണ്ടിട്ടൊന്നും സഹിക്കാൻ പറ്റുമോ നമുക്ക്? ഒരു കുഞ്ഞിനെ എടുത്ത് വെച്ച് കറക്കുന്നു, അത് മലയാളി യുവതികളാണ്. മലയാളി യുവതികൾ 2 കൂടെ ചെയ്യുന്ന പരിപാടിയാണ്. മലയാളികളായിട്ടുള്ള യുവതികൾ ചെയ്യുന്ന പരിപാടിയാണ്. ഇതൊന്നുമല്ല, മറ്റേ 2ാമത്തെ വീഡിയോ കണ്ടില്ലേ, ഒരു ചെറിയ കുഞ്ഞിനെ ലിപ് ലോക്ക് ചെയ്യുന്നു, പിതാവായിക്കോട്ടെ, അതിനെ പിടിച്ചു വെച്ച് അതിന് ശ്വാസം മുട്ടുന്ന രീതിയിൽ ലിപ് ലോക്ക് ചെയ്യുന്നു. ഇത്രത്തോളം മാനസിക വൈകൃതം ഉള്ള എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നത്? ലൈക്കിന് വേണ്ടി എന്തും അങ്ങ് കാട്ടിക്കൂട്ടുക. കർശനമായി ഇത് നിയമ നടപടി എന്ന് വെച്ചാൽ ഇത് JJ ആക്ട് വരുന്ന സാധനമാണേ. ജുവനൈൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, JJ ആക്ട് പ്രകാരം ഇതിന് കേസെടുക്കാൻ പറ്റും. ജാമ്യമില്ലാ വകുപ്പാണ് ഈ കാണിക്കുന്ന പ്രവൃത്തി. ജാമ്യമില്ലാ വകുപ്പുണ്ട്. JJ ആക്ടിനകത്ത് ജാമ്യം കിട്ടുന്നത് കൊണ്ട് ജാമ്യം കിട്ടാത്ത വകുപ്പുണ്ട്. അതിൽ കിട്ടാത്ത വകുപ്പ് പ്രകാരമുള്ള കേസെടുക്കാൻ പറ്റുന്ന സാധനം ഇത്. മറ്റുള്ളവർക്ക് മാതൃകയാകാൻ പാടില്ല. ഇങ്ങനെയൊക്കെ കാണിച്ചെങ്കിൽ ലൈക്ക് മേടിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ നാളെ വേറെ ആളുകളും ഇങ്ങനെ ചെയ്യും. അതെ, വേറെ ചില ഇപ്പൊ വേറൊരു ഇതുണ്ട്, ഈ റെസ്ലിംഗിലൊക്കെ കാണിക്കുന്ന പോലെ കുഞ്ഞിനെ എടുത്ത് കട്ടിലോട്ട് എടുത്ത് ഇങ്ങനെ ഇടുക, ഇട്ടിട്ട് അതിന്റെ മേളിൽ നിന്നിട്ട് ഇങ്ങനെ അടിക്കുന്നു. അത് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ അതുങ്ങൾ ചിരിക്കുകയായിരിക്കും. അതുങ്ങൾക്ക് അറിയില്ലല്ലോ, അതുങ്ങൾ ചിരിക്കുകയായിരിക്കും. പക്ഷേ ഇത് എത്രത്തോളം മോശപ്പെട്ട പ്രവൃത്തിയാണ്. വേറൊരുത്തനുണ്ട് കേട്ടോ, അവൻ്റെ പേര് ഞാൻ ഇത്തിരി കഴിഞ്ഞിട്ട് അവനെ കേസെടുക്കാവുന്ന നോക്കട്ടെ. കേസെടുക്കുകയാണെങ്കിൽ അവൻ്റെ പേര് നമ്മൾ പറയും. അവൻ്റെ 2 പെൺമക്കൾ, അവൻ്റെ 2 പെൺമക്കളെ കൊണ്ട് പൂര തെറിയെ വിളിപ്പിക്കുന്നത്. ചെറിയ കുട്ടികളാ. ഒരു കുട്ടി എനിക്ക് തോന്നുന്നു ഒരു 15 വയസ്സുണ്ടാവും, ഒരു പെൺകുട്ടി. 2ാമത്തെ കുട്ടിക്ക് ഒരു 10-12 വയസ്സുണ്ടാവും. അവന്റെ പ്രധാനപ്പെട്ട പരിപാടി തെറി വിളിപ്പിക്കുക ഈ കൊച്ചുങ്ങളെ കൊണ്ട്. ഈ കൊച്ചുങ്ങള് പിന്നെ ഒരു ചെറിയ ആൺകുട്ടിയുണ്ട്. ഈ ആൺകുട്ടി ഇവനും കൂടെ ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുക. ഈ കുട്ടി തറയിലിരിക്കുന്നു, ഇവൻ കസേരയിൽ ചാരി ഇരിക്കുന്നു. ചാരി ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ രണ്ട് പെൺകുട്ടികളും കൂടെ അവിടേക്ക് ഒരു വീഡിയോ, ഒരു കണ്ടന്റാ, അവിടേക്ക് കയറി വരുമ്പോൾ ഈ പെൺകുട്ടി ചോദിക്കുന്നു, പട്ടി കൊത്തുവോന്ന്. ചേട്ടാ പട്ടി കൊത്തുവോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ 2 പ്രാവശ്യം ചോദിക്കുമ്പോഴത്തേക്ക് 3ാമത്തെ പ്രാവശ്യം ഈ ചെറുക്കൻ ഇവൻ്റെ അടുത്ത് ചോദിക്കും, ഇതേ അച്ഛാ കളിയാക്കുന്നെന്ന്. അപ്പോൾ ഇവൻ ആ ഈ പയ്യനോട് പറഞ്ഞു കൊടുക്കും, അത് നീ കാര്യമാക്കണ്ട, നോക്കണ്ടെന്ന് പറയും. തൊട്ടു പിന്നാലെ പെൺകുട്ടികൾ വീണ്ടും ചോദിക്കും, ചേട്ടാ പട്ടി കൊത്തുവെന്ന് ചോദിക്കും. അടുത്ത പ്രാവശ്യം ഈ ആൺകുട്ടി തെറിയാണ് പറയുന്നത്, പട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു തെറി വാക്ക് വിളിച്ചു പറയുക. ഇതിവൻ പഠിപ്പിക്കുന്ന, ഇവൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കണ്ടന്റിന് വേണ്ടി 2 പെൺകുട്ടികളെ ഒരു ആൺകുട്ടിയെയും വെറും വൃത്തികെട്ട ഭാഷയിൽ സംസാരിപ്പിക്കുക, തെറി വിളിപ്പിക്കുക, കുട്ടികൾക്ക് തെറി പറഞ്ഞു കൊടുക്കുന്നു ഒരു പിതാവ്. എന്നിട്ട് അവനും അതിൻ്റെ താഴെ വരുന്ന തെറിയൊന്നും അവൻ വായിക്കുന്നില്ലെന്ന് എനിക്ക് സംശയമുണ്ട്. കമന്റ് അവൻ വായിക്കത്തില്ലായിരിക്കും. കമന്റ് വായിച്ചാൽ അവൻ വെറുത്തു പോകും. അവൻ 10 പ്രാവശ്യം കുളിച്ചാൽ മാറാത്ത രീതിയിലുള്ള വായിച്ച് അത് കേട്ടൊരു ശീലമായി മാറിയിരിക്കുന്നു. അതെ, ആ കമന്റ് വായിച്ച് അതൊരു ലൈക്ക് ഇത്. പിന്നെ അവൻ്റെ മദ്യക്കുപ്പി എടുത്തോണ്ട് കൊടുക്കുന്നത് കുട്ടികൾ. ഇതൊക്കെയാണ് അവൻ ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടന്റ്. പിന്നീട് വേറെ കുറെ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഈ കലിപ്പൻ കാന്താരി ടീമുകൾ. അവരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ബീച്ച് ഉണ്ടല്ലോ, ബീച്ച് കടൽ തീരദേശത്ത് പോയി നിന്ന് ലിപ് ലോക്ക് ചെയ്യുക, എന്നിട്ട് അത് വീഡിയോ എടുത്ത് ഇൻസ്റ്റയിൽ റീലായിട്ടിരിക്കുന്നു. ചെറിയ കുട്ടികളെയാ, ഒരു 15 വയസ്സ് 14 വയസ്സ് ഒക്കെയുള്ള പ്രായമുള്ള കുട്ടികളെ കൊണ്ടുപോയി കടൽ തീരത്ത് കൊണ്ടുപോയി ലിപ് ലോക്ക് ചെയ്യുന്നു. ലിപ് ലോക്ക് ചെയ്തിട്ട് അത് റീലാക്കി എടുത്തിട്ടിരിക്കുന്നു. റീലാക്കി എടുത്ത് ഇങ്ങനെ ഇട്ടിരിക്കുക. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അതായത് അതും പോക്സോ നിയമപ്രകാരം കേസെടുക്കാൻ പറ്റുന്നതാണ്. ലൈംഗിക ചേഷ്ട, കുട്ടികളോടുള്ള ലൈംഗിക ചേഷ്ട കാണിക്കുക, കുട്ടികളെ ലൈംഗിക താല്പര്യത്തോടെ നോക്കുന്നത് തന്നെ പോക്സോയാണ്. അതും പോക്സോയ്ക്ക് അകത്ത് വരുന്നൊരു വകുപ്പാണ്. നമ്മൾ ലൈംഗിക താല്പര്യത്തോടു കൂടി കുട്ടികളെ നോക്കിയാൽ പോലും പോക്സോ പ്രകാരം നമുക്കെതിരെ കേസെടുക്കാൻ പറ്റും. പോലീസിന് നമുക്കെതിരെ കേസെടുക്കാൻ പറ്റും. ഇത് വ്യാപകമായി റീൽ ചെയ്യുന്നു. ഈ കമിതാക്കളാണ്, ശരി, നിങ്ങൾ പിന്നെ പ്രണയിച്ചോളൂ, അതിനൊന്നും നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ ലൈംഗിക താല്പര്യത്തോടു കൂടി കുട്ടിയെ, അത് 18 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയെ തൊടുക എന്ന് പറയുന്നത്, ടച്ച് ചെയ്യുക എന്നുള്ളത് ഇത് നിയമപ്രകാരം കുറ്റമാണ്. ഇത് വ്യാപകമായി കുട്ടികളെ, ചെറിയ പെൺകുട്ടികളെ കൊണ്ടുപോയി ബീച്ചിൽ കൊണ്ടുപോയി കടൽ തീരത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ലിപ് ലോക്ക് ചെയ്തിട്ട് അത് വീഡിയോ എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരിക്കുക. ഇതാണ് ഇവിടെ റീലോളികൾ. റീലോളികളെ കാരണം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടില്ലേ, ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക്, നമുക്ക് ഇപ്പോൾ പ്രേക്ഷകർ പറയും നിങ്ങൾ എന്തിന് ബ്ലർ ചെയ്തു എന്നൊരു ചോദ്യം വരും. നമുക്ക് ബ്ലർ ചെയ്തേ പറ്റൂ. കുട്ടികളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഇത്തരം സംഭവങ്ങളിൽ കുട്ടികളുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആക്ട് പ്രകാരം നമുക്കെതിരെ കേസെടുക്കാൻ പറ്റും. കോടതിയിൽ പോയി നിൽക്കേണ്ടി വരും. ഞാനും ജോണേട്ടനും കൂടെ നാളെ രാവിലെ കോടതിയിൽ പോയി നിൽക്കേണ്ടി വരും. ഇവിടുത്തെ ഒരു മാധ്യമത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് പോക്സോ പ്രകാരം. ഇവിടുത്തെ ഒരു മാധ്യമത്തിലെ സീനിയർ ആയിട്ടുള്ളൊരു പിന്നെ ജേർണലിസ്റ്റിനെതിരെ അവർ ഇപ്പോഴും പോക്സോ കേസിൽ പ്രതി. അവര് ഈ പേര് പറഞ്ഞോ? പേര് പറഞ്ഞതല്ല, അതായത് ഒരു വ്യാജ പീഡനം, ഒരു വ്യാജ പീഡനം സംബന്ധിച്ച് ഒരു ഡമ്മി ഇറക്കി വ്യാജ പീഡനത്തെ കുറിച്ച് സംസാരിപ്പിച്ചു. ഒരു ഡമ്മിയാണ്. അപ്പോൾ അത് ഒരു വ്യാജ വീഡിയോ ആണെന്ന് ബോധ്യപ്പെട്ടിട്ട് അവർക്കെതിരെ പോക്സോ പ്രകാരം കേസ് കിടക്കുക. വീഡിയോ എടുത്തതേ ഉള്ളൂ. ഈ സ്ത്രീ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ്. അവർ അംഗീകാരം കൊടുത്തതേ ഉള്ളൂ. അവരതിന്റെ തലപ്പത്തിരിക്കുന്നത് കൊണ്ട് അവർക്കെതിരെയും പോക്സോ എടുത്തു. ആ റിപ്പോർട്ടർക്കെതിരെ പോക്സോ എടുത്തു, ആ ക്യാമറാമാനെതിരെ പോക്സോ എടുത്തു. ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് കൊണ്ട് ഈ സ്ത്രീകൾക്കെതിരെ, ഈ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഇവന്മാർക്ക് ഇതൊന്നും അറിയില്ല. ഈ റീലോളികൾക്ക് ഇനി മനസ്സിലാവുന്നില്ല. ഇവന്മാരെ നിയമം പഠിപ്പിക്കണം. അല്ല, അവർക്കെതിരെ കേസ് വരുന്നില്ലല്ലോ, കേസെടുക്കുന്നില്ല, ആരും കൊണ്ട് പരാതി കൊടുക്കുന്നില്ലെന്നേ. കേസ് എടുത്തു തുടങ്ങിയാൽ നിർത്തും. കേസെടുത്ത് തുടങ്ങാൻ പോലീസ് കേസെടുക്കണം. അതുപോലെ തന്നെ ഒരു മൈനർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി, അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഒരു സ്കൂൾ യൂണിഫോം ഇട്ട പെൺകുട്ടിയുടെ മാറിടത്തിൽ പിടിക്കുന്നു ഒരുത്തൻ. അപ്പോൾ ഹോൺ, വണ്ടിയുടെ ഹോൺ കേൾക്കുന്നു. റീല്, സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി മാസ്ക് വെച്ചിട്ടുണ്ട്. ഈ റീലിൽ വരുന്ന ഭൂരിഭാഗം മാസ്ക് വെച്ചിട്ടാണ് വരുന്നത്. മാസ്ക്, ഈ കാമുകനും ഒരു മാസ്ക് ആണ്, കാമുകിക്കും ഒരു മാസ്ക് ആണ്. ഇതിങ്ങനെ മാറിടത്തിൽ പിടിച്ചിട്ട് ഇവൻ ഓരോ തവണ പിടിക്കുമ്പോഴും വാഹനത്തിന്റെ ഹോൺ കേൾക്കുന്നു. എന്നിട്ട് ആ കുട്ടി ഇരുന്ന് ചിരിക്കുന്നു. ചിരിക്കുന്ന വെച്ചാൽ നമ്മളെ കണ്ണിന്റെ ഭാവം കാണുമ്പോൾ മനസ്സിലാവും ചിരിക്കുകയാണെന്ന്. മാസ്ക് വെച്ചേക്കുന്നുണ്ട്, ചിരിക്കുകയാണോ എന്നുള്ളത് മനസ്സിലാവില്ല. എന്നാലും കണ്ണിന്റെ ഭാവം വെച്ച് ഇത് ചിരിക്കുകയാണ്. ഇത് കേസെടുക്കണം. ഇതൊന്നും തെറ്റല്ല എന്നുള്ളത് ആ കുട്ടിക്കും ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. അതാണെന്നേ ഈ കുട്ടികളും വിചാരിച്ചിരിക്കുന്നത്. ലൈക്ക് കിട്ടാൻ വേണ്ടി എന്തും കാണിക്കുമോ, എന്തും കാട്ടിക്കൂട്ടുക, എന്താ പറയുക. നമ്മളിപ്പം ഇത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സാധനം. ഇടയ്ക്കൊരു കുട്ടിയുണ്ടല്ലേ, ഹലോ ഗെയ്സ്, എൻ്റെ അമ്മുമ്മ മരിച്ചു ഗെയ്സ് എന്നൊക്കെ പറഞ്ഞു വന്ന് അറിയാമോ? അത് ആഘോഷിക്കുന്നു. ഒരു മരണത്തെ, ഒരു പെൺകുട്ടിയെ ആഘോഷിക്കുന്നതാണ് ഒരു റീൽ. 2 ദിവസത്തേക്ക് കാണത്തില്ലെന്ന് നിങ്ങളാരും വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇത് ഒരു വല്ലാത്തൊരു സംസ്കാരം. അതായത് അപ്പൂപ്പൻ മരിച്ചുപോയി, അമ്മൂമ്മയല്ലേ, അപ്പൂപ്പനാണല്ലേ? ഈ പോക്കിന് അപ്പൂപ്പൻ മരിച്ചു തന്നെ നന്നായി, അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങനെ കാണേണ്ടി വന്നേനെ. ഈ ദുരന്തം പിടിച്ച പരിപാടികളെ പുള്ളി കൂടെ കാണേണ്ടി വരത്തില്ലേ? ഇതൊരു വല്ലാത്ത സംസ്കാരമാണ്. ഈ മോശം സംസ്കാരത്തെ നമ്മൾ വളർത്തി വിടുകയാണെങ്കിൽ ഇവിടുത്തെ കുടുംബ ബന്ധങ്ങൾ പലതും തകരും. നമ്മുടെ സമൂഹത്തിൽ നമുക്കൊരു അച്ചടക്കം ഉള്ളത് കൊണ്ടാണ് മലയാളിയെ പ്രബുദ്ധർ എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കുന്നത്. പ്രബുദ്ധ മലയാളി എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് സ്റ്റൈലിൽ ഒരു അച്ചടക്കമുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും, എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കാണിച്ചാൽ അതിന് മറ പിടിക്കാറുണ്ട് മലയാളി. മറ പിടിച്ചിട്ട് ഈ കുഴപ്പങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ അതിലൊരു മറ പിടിച്ച് വെച്ചേക്കും. ആ ഒരു സംസ്കാരത്തെ ഇത് പൊളിക്കുവാണ്. ആ സംസ്കാരത്തെ പൊളിക്കും. എന്താ പറയുക, ഈ ഇങ്ങനെയുള്ള നമ്മൾ റീൽ ചെയ്യുന്നതിനൊന്നുമല്ല നമ്മൾ കുറ്റം പറയുന്നത്. ഇൻസ്റ്റ എടുക്കാം, റീൽ ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഇങ്ങനെയുള്ള പ്രവർത്തികൾ, കുട്ടികളെ വെച്ച് നിങ്ങളിങ്ങനെ കളിക്കരുത്.
ഒന്ന് ആ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും, 1.5 വയസ്സുള്ള കുഞ്ഞിന്. അതും രണ്ട് അവളന്മാർ അപ്പുറം ഇരുന്ന് കറക്കുന്നു, പമ്പരം പോലെ കുഞ്ഞിനെ എടുത്ത് വെച്ച് കറക്കുന്നു. ഇവളുമാരൊക്കെ എന്തോ വേണം, ബോധമില്ല ഇവളുമാർക്ക്, എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ മറ്റവൻ അവൻ്റെ പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ ബയോയിൽ പറഞ്ഞിരിക്കുന്നു അവനെന്തോ ഇതാണെന്ന്, എന്തോ പിന്നെ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കുന്നതെന്ന്. അതായിക്കോട്ടെ, നീ നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നീ എങ്ങനെയോ ജീവിച്ചോ, നീ ജീവിക്കണമെന്ന് പോലും നമുക്ക് പറയുന്നില്ല, നീ ജീവിക്കണമെന്ന് പോലും നമുക്കൊരു നിർബന്ധമില്ല. എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ പിന്തുടരുന്നത് ഞങ്ങളുടെ ഇഷ്ടങ്ങളെയാണ്, മറ്റുള്ളവരുടെ താല്പര്യങ്ങളെയല്ല. ഇതാണ് അവൻ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ബയോയിൽ. നീ എന്തോ ചെയ്യും, നീ എന്ത് ചെയ്താലും നമുക്കതൊന്നും ഒരു വിഷയമല്ല. നീ ജീവിക്കുകയോ ജീവിക്കാതിരിക്കുകയോ എന്തൊക്കെയോ നീ കാട്ടിക്കൂട്ടും, അതല്ല പ്രശ്നം. കുഞ്ഞിനെ വെച്ച് നീ കളിക്കരുത്. കുഞ്ഞിനെ വെച്ച് കളിച്ചു കഴിഞ്ഞാൽ ഇത് മസ്റ്റായിട്ട് ഇവനെതിരെ കേസെടുക്കണം. മസ്റ്റായിട്ട് കേസെടുത്തതിന് ശേഷം ഇവൻ്റെ പേര് നമ്മൾ എടുത്തിടും.